2024 ജനുവരി 11 അതായത് ഇന്നത്തെ ദിവസം മനോരമ പത്രത്തിലെ 11 പേജിലെ ഒരു വാർത്തയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. മനോരമ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് അതിനെ മനോരമ വ്യക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് പാളിപ്പോയി എന്ന് മനോരമ പറയാതെ പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെത് ഒരു അഴകുഴമ്പൻ നിലപാടാണെന്ന് മനോരമ ഇവിടെ പറയാതെ പറയുന്നുണ്ട്. വാർത്ത ഇപ്രകാരമാണ്: അയോധ്യ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായി പങ്കെടുക്കാം. ഇതാണ് മനോരമ ആ വാർത്തയെ നൽകുന്നത്. അയോധ്യ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായി പങ്കെടുക്കാം. ഇതാണ് മനോരമയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്. വാർത്ത ഇതാണ്. അതായത് കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രാമക്ഷേത്ര ചടങ്ങിൽ കോൺഗ്രസ് ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ വ്യക്തിപരമായി ക്ഷണം ലഭിച്ചിരിക്കുന്നവർക്ക് പങ്കെടുക്കാമെന്നും സോണിയാഗാന്ധി പറയുകയുണ്ടായിരുന്നു. 2 ഖണ്ഡികയും 5 വരികളും അടങ്ങിയ ഒരു വാർത്താക്കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ടായിരുന്നു സോണിയാഗാന്ധി ഇതെല്ലാം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ആ ഒരു അവർ പറയുന്ന ആ ഒരു പ്രസ്താവനയിലെ പൊള്ളയാണ്, അല്ലെങ്കിൽ ആ പ്രസ്താവനയിലെ ചില ഇരട്ടത്താപ്പുകളാണ് മനോരമ ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. മനോരമ പറയുന്നതാണ്, വ്യക്തിപരമായി ആർക്കും പങ്കെടുക്കാനായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അതിന് അനുമതി നൽകുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാമെന്ന് മനോരമ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വാർത്ത മനോരമ നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ്: മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അടക്കമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും വ്യക്തിപരമായി ക്ഷണം ലഭിച്ച മറ്റു നേതാക്കൾക്ക് പങ്കെടുക്കാൻ തടസ്സമുണ്ടായേക്കില്ല. മതവിശ്വാസം വ്യക്തിപരമായ കാര്യമാണെന്ന് കോൺഗ്രസ് നിലപാട് അറിയിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നതും ഇതുതന്നെയാണ്. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രി വിക്രമാദിത്യ സിംഗ് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ്, UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെ തുടങ്ങി 100ഓളം പേർ മകരസംക്രമാന്തി ദിനമായ 15-ന് ക്ഷേത്രം സന്ദർശിക്കും. ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവരും വിശ്വാസികളെന്ന നിലയിൽ അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് നിലപാടെടുത്തവരാണ്. അതായത് ഈ ഇത്രയും ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത്, അതായത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസിലെ മന്ത്രിമാരാണെങ്കിലും അല്ലെങ്കിൽ നേതാക്കന്മാരാണെങ്കിലും അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുന്നതിൽ കോൺഗ്രസിന് എതിർപ്പില്ല എന്ന് തന്നെയാണ്. അതായത് ആ രാമക്ഷേത്ര നിർമ്മാണ ചടങ്ങിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ആ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് തന്നെയുള്ളതാണ്. അത് തന്നെയാണ് മനോരമ ഇവിടെ വ്യക്തമാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ വാർത്തകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. ഇനി ഇതിന് താഴെ മനോരമ മറ്റൊരു കാര്യം കൂടെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ നിലപാട്, അതായത് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും CPIM-ഉം തൃണമൂൽ കോൺഗ്രസുമാണ്. അത് ആ ക്ഷണം അവർക്ക് തൃണമൂൽ കോൺഗ്രസിന് ക്ഷണം ലഭിച്ചിരുന്ന സമയത്ത് അവർ വ്യക്തമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, കൃത്യമായി തന്നെ വ്യക്തമാക്കിയതായിരുന്നു രാമക്ഷേത്ര ചടങ്ങിൽ തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നുള്ള തീരുമാനം അവർ വ്യക്തമാക്കിയതാണ്. അപ്പോൾ കോൺഗ്രസിൽ ഇത്തരത്തിലൊരു കൃത്യമായ നിലപാടില്ലാത്ത സാഹചര്യത്തിൽ, അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ, പൊള്ളകൾ പറയുന്ന സാഹചര്യത്തിൽ ഇതേ വാർത്തയിൽ തന്നെയാണ് മനോരമ നൽകുന്നത് മറ്റ് കക്ഷികളുടെ നിലപാട് കൂടി. അതായത് എന്താണ് അവരുടെ നിലപാട്, എന്താണ് ആ തീരുമാനം എന്ന് കൂടി മനോരമ കൂടി ചേർക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ പങ്കെടുക്കുന്നില്ലെന്ന് CPM-ഉം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും ചടങ്ങിനില്ലെന്ന് വ്യക്തമാക്കി. പങ്കെടുക്കാൻ താൽപര്യമറിയിച്ച ശിവസേന ഉദ്ധവ് വിഭാഗം, ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ എന്നിവർക്കാകട്ടെ ക്ഷണം ലഭിച്ചിട്ടുമില്ല. NCP അധ്യക്ഷൻ ശരത് പവാറിനും ക്ഷണമില്ല. ക്ഷേത്രത്തിൽ പോകാൻ BJPയുടെ ക്ഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും 22-ന് പോകുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇത്രയുമാണ് മനോരമ ഈ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനോരമയ്ക്ക് പറയാതെ പറയുന്നുണ്ട് എന്താണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് അഥവാ രാഷ്ട്രീയമെന്ന്. അതായത് കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം കോൺഗ്രസിന് ക്ഷണം ലഭിച്ച് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും കോൺഗ്രസ് വ്യക്തമായി ആദ്യം പോകുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് എന്താണ് തീരുമാനമെന്ന് കൃത്യമായി പിന്നീട് അറിയിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു പത്രസമ്മേളനത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും വന്നിരുന്ന് പറയുകയാണ്, തങ്ങൾ ഇത് ഔദ്യോഗികമായി നിഷേധിക്കുകയാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ ക്ഷണം ലഭിച്ചവർക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ക്ഷണം ലഭിക്കാത്തവർക്ക് പോകാനുള്ള സാധ്യതയും കോൺഗ്രസ് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാമക്ഷേത്ര ചടങ്ങ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് തന്നെയാണ്. അതായത് ഇവിടെ മനോരമ പറയാതെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലപാടിലെ പൊള്ളത്തരങ്ങളാണ്. അതായത്
കൃത്യമായി തന്നെ എന്താണ് ഒരു നിലപാടെന്ന് കോൺഗ്രസ് പറയാതെ പോകേണ്ടവർക്ക് പോകാം, പോകേണ്ടാത്തവർക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ 2024 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മൃദുഹിന്ദുത്വയാണോ ഹിന്ദുത്വയാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുമല്ല, തങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് മതേതരത്വമാണ് എന്നാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ ഇങ്ങ് ദക്ഷിണേന്ത്യയെ മാറ്റി നിർത്തി കഴിഞ്ഞ് ഉത്തരേന്ത്യയിലേക്ക് കടന്നു ചെല്ലുന്ന സാഹചര്യത്തിൽ ഹിന്ദുത്വയ്ക്ക് അത്രയധികം പ്രാധാന്യമുള്ളപ്പോൾ തീവ്ര ഹിന്ദുത്വ നിലപാട് BJP സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ BJP സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് എതിരെ ആഞ്ഞടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ രാമനും രാമക്ഷേത്രത്തിനും എതിരാണെന്ന് BJP പറയുമ്പോൾ കോൺഗ്രസിന് എതിർത്ത് നിൽക്കാനുള്ള ഒരു മറുപടിയാണ്, ഒരു കച്ചിത്തുരുമ്പാണ് മനോരമയുടെ ഈ ഇരട്ടത്താപ്പ് നിലപാട് എന്നാണ്. അത് തന്നെയാണ് മനോരമ ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും. അതായത് കോൺഗ്രസിനോട് പോയിരുന്നോ, അതായത് രാമക്ഷേത്ര ചടങ്ങിൽ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പോയിരുന്നു എന്നും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോയില്ല എന്നും പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തമായ ഇരട്ടത്താപ്പ് നിലപാട്, ഒരു വ്യക്തമായ നിലപാടിലെ പൊള്ളത്തരം, അതെല്ലാം തന്നെയാണ് ഇപ്പോൾ മനോരമ ഈ വാർത്തയിലൂടെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അതായത് കോൺഗ്രസിലെ ഈ നിലപാടിലെ പൊള്ളത്തരങ്ങൾ കൊണ്ടുവരാൻ മനോരമ തന്നെ തയ്യാറെടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മനോരമയ്ക്ക് പോലും അവസാനം അത് തുറന്നു പറയേണ്ടി വന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.